نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ما يلفظ من قول إلا لديه رقيب عتيد സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ നോമ്പ് നോറ്റുകൊണ്ട് ജുമാക്ക് ഒന്നാമത്തെ ജുമാക്ക് റമദാനിലെ ഒന്നാമത്തെ ജുമാക്ക് നമുക്ക് പങ്കെടുക്കാനുള്ള സൗഭാഗ്യവും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും റബ്ബ് നൽകിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സൂക്ഷ്മതയോടുകൂടി തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എല്ലാവരും ശ്രദ്ധയോടുകൂടി സദാസമയം നിലകൊള്ളണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സമയത്ത് റമദാൻ വന്നപ്പോഴും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് പിരിഞ്ഞവർക്ക്. ഒരുപാട് ആളുകൾക്ക് റമദാൻ വന്നോടുകൂടി അസുഖമായി ആശുപത്രികളിലുണ്ട്. നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ജുമാക്ക് അവരെ പരിചരിച്ചുകൊണ്ട് ഈ റമദാനിലെ ജുമാക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ അവരെ പരിചരിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പുണ്യം
പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി റമദാനിലെ നോമ്പുകളെല്ലാം നിർവഹിക്കുവാനും എല്ലാ പുണ്യത്തിലും പങ്കാളികളാകാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ. പെട്ടെന്ന് ഈ റമദാൻ നമ്മളിന്ന് പോകും. ഇന്നലെ ഒരു റമദാൻ കഴിഞ്ഞ് ഇന്ന് ജുമഅ വരെ എത്രയാണ് നമ്മൾ ഈ റമദാനിൽ ഒരു വിലയിരുത്താൻ, എങ്ങനെയുണ്ട് നമ്മൾക്ക് ഈ റമദാൻ അനുകൂലമായി സ്വർഗപ്രവേശനം സാധ്യമാകുന്ന അവസ്ഥയിലേക്കുള്ള ഇഖ്ലാസും ആ ഒരു ആത്മാർത്ഥതയും നിയ്യത്തുമൊക്കെ വെച്ചുകൊണ്ട് ശരിക്ക് മനസ്സിൽ തട്ടി ഇന്നലത്തെ നോമ്പും തുടർന്നങ്ങോട്ടുമുള്ളത് നമുക്ക് സാധ്യമായോ എന്ന ഒരു ആലോചന, ഒരു ചിന്ത, ഒരു ശ്രദ്ധ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുകയും വസഅലഹ സയഹ ഫൗമിൻ, സത്യവിശ്വാസിയായി അതിനുവേണ്ടി അതിൻ്റെതായ ശ്രമം, മുഅ്മിനായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ ശ്രമം നടത്തുകയും ചെയ്യുന്നവർ, അവരുടെ പരിശ്രമമാണ് ഫൗലായിക കാന ശൈഅൻ മഷ്കൂറ, നന്ദിപൂർവം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെയാവുന്നുണ്ടോ, ആ നിയ്യത്തുണ്ടോ, ഇഖ്ലാസുണ്ടോ എന്നതൊക്കെ നമ്മൾ ഈ വേളയിൽ, ഈ ഫസ്റ്റ് ജുമയിൽ തന്നെ, ഇന്ന് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്ത് മാറ്റമാണ് ഈ റമദാന്റെ തുടക്കം തന്നെ നമുക്കുണ്ടായത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ഇറങ്ങിയ മാസം, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, ആ നിർണായകമായ ആ രാത്രി, ഖുർആന്റെ അവതീർണത്തിന്റെ തുടക്കം. ഹുദൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും സന്മാർഗം, സകല മനുഷ്യർക്കും നേരായ പാത, സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സന്മാർഗമാണ് ഖുർആൻ. സത്യാസത്യ വിവേചന ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. അതെ, ആ ഒരു ഗ്രന്ഥം ലോകത്ത് നശിപ്പിക്കാൻ ഒരു ഓർഡറിട്ട് ഇതായിട്ട് കത്തിച്ചു കളഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഖുർആൻ മനഃപ്പാഠം പഠിച്ച് അപ്പം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന, നശിപ്പിക്കാൻ കഴിയാത്ത ഒരു മഹനീയമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇറങ്ങിയ ഈ മാസം, ഈ ഖുർആനുമായി നമ്മൾ എത്രമാത്രം ബന്ധം, അതിനോട് കൂറ് പുലർത്തി എന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവിടെ ഈ ഖുർആനെങ്ങാനും നമ്മൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മൊത്തം ഉള്ളതായതുകൊണ്ട് എല്ലാവർക്കും ഇത് പഠിക്കുന്നതോടുകൂടി, ഇതിന്റെ അർത്ഥസഹിതം പഠിക്കുന്നതോടുകൂടി അത് എത്തിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അതിന്റെ അർത്ഥസഹിതം ഇങ്ങനെ ഉള്ളിലേക്ക് അതിങ്ങനെ കയറുമ്പോൾ, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൂ, നിങ്ങൾ വരിവീൻ. ആ വേദക്കാരെ പോയി വിളിക്കാൻ ഈ ഖുർആൻ ഓതുമ്പോൾ നമ്മോട് പറയുന്നത് അവരോട് പറയാൻ. സവായിൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമ്മൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നിലേക്ക് വരുവീൻ. അല്ലാ നഅ്ബുദു ഇല്ലല്ലാ, അല്ലാതെ ആരാധ്യനില്ല എന്നുള്ള ആ സത്യത്തേക്ക് വിളിക്കാൻ നമ്മോട് ഖുർആൻ പറയാണ്. എല്ലാവർക്കും ഉള്ള ഗ്രന്ഥം. അതെ, ഈ ഖുർആനെങ്ങാനും പഠിക്കാതെ നമ്മളോ മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ, അവരൊക്കെ ഈ ഖുർആൻ എല്ലാവർക്കും അത് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, അത് അറിയിക്കേണ്ടത്. അത് പഠിക്കാതിരുന്നാൽ, വമൻ അഅറളൻ ദിക്രി, എന്റെ ഈ ദിക്ർ, ഈ ഉത്ബോധനം, ഈ ഖുർആൻ പഠിക്കാഞ്ഞാൽ, അത് ശരിക്ക് നമ്മൾ പഠിക്കാതിരുന്നാൽ ആരാവട്ടെ അവർക്ക് കഅന്ന ലഹു മഈശതൻ ലൻക, ഇടുങ്ങിയ ഒരു ജീവിതം ഈ ദുനിയാവിൽ അവർക്കുണ്ടാകും.
കുടുസതയും ഒരു അസ്വസ്ഥതയും ഒരു സമാധാനമില്ലായ്മയും അവർക്ക് അനുഭവപ്പെടും. ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഖുർആൻ പഠിക്കാത്തതിന്റെ ആ ഒരു പ്രശ്നമാണ്. എന്താണ്? അസമാധാനം. അതെ, ഒരു സൈക്കാട്രി ഡോക്ടർ എടുത്ത്, ഒരു കൗൺസിലർ എടുത്ത് വെറുതെ നമ്മളൊരു മേശയും ഡെസ്കും ഞങ്ങളെ സഹായിക്കൊന്ന് നിങ്ങൾ പ്രശ്നം എന്താ പറയുന്ന പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തത്ര പറയാനുണ്ട്. അതെ, ഒരു കിൻഡലിന്റെ 50 കിലോന്റെ സിമെന്റ് ചാക്കൊക്കെ വേണം എന്ത് ചെയ്യുക, നമ്മളപ്പുറത്തൊരാൾ നിന്നാൽ പിടിച്ച് തല്ലിച്ചു കൊടുക്കുക. എന്നാൽ മനസ്സിന്റെ ഭാരം കൂടി വരുന്നു. ആ ടെൻഷനോട് ആളുകൾ ഞരമ്പ് മുറിക്കലും ആത്മഹത്യ ചെയ്യലും മറ്റ് പരിഹാരങ്ങളിലേക്ക് പോകലും ഒക്കെ നമുക്ക് കാണും. ഇതൊക്കെ എന്തുകൊണ്ടാ? ജാതി മതഭേദമന്യേ ഖുർആൻ പഠിക്കാഞ്ഞാൽ, അത് എത്തിക്കാഞ്ഞാൽ, അത് ഉൾക്കൊള്ളാഞ്ഞാൽ ഉണ്ടാവും ഇടുങ്ങിയ ജീവിതം, സ്വസ്ഥത ഉണ്ടാവില്ല. എല്ലാ നിലയ്ക്ക് എന്ത് സമൃദ്ധി ഉണ്ടായാലും ഉള്ളിൽ ഇടുക്കവും ഞെരുക്കവും അനുഭവപ്പെടുന്ന സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഈ ദുനിയാവിൽ ആർക്കാണെങ്കിലും ഉണ്ടാവും. മാത്രമല്ല വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്തിലാകട്ടെ ഇവിടെ പഠിക്കാഞ്ഞാൽ, ഈ ഖുർആൻ പഠിക്കാഞ്ഞാൽ അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അവിടുന്ന് അവർ ചോദിക്കും, കാല റബ്ബി ലിമാ ശർതനി അഅ്മാ വഖദ് കുൻതു ബസിറ, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾ നല്ല കാഴ്ച ഉള്ളവരായിരുന്നല്ലോ, എങ്ങനെയാണ് റബ്ബേ ഈ ഗതികേട് വന്നത് എന്ന് ഖുർആൻ പഠിക്കാത്ത ആളുകൾ, അതേ അവരെല്ലാവരും നാളെ റബ്ബിന് മുന്നിൽ അന്ധരായി ഒരുമിച്ച് കൂട്ടപ്പെടും. പലപ്പോഴും ഇന്നും ചില ആളുകൾക്കൊരു ധാരണ, ചില മാരിപ്പാരിയൊക്കെ ധാരണ, ഖുർആന് അത് തൊട്ടാൽ, അതല്ലെങ്കിൽ ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഖുർആന്റെ ഒരു പരിഭാഷ കൊടുക്കാൻ പറ്റുമോ എന്ന് വരെ ഡൗട്ടുണ്ട് അല്ലേ. അത് തൊട്ടാൽ കണ്ണ് പൊട്ടുമെന്ന് പേടിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പഠിക്കാഞ്ഞാലാണ് പരലോകത്ത് കണ്ണ് പൊട്ടുക, അന്ധന്മാരാകും. എന്നിട്ട് അവിടുന്ന് അവർ ചോദിക്കും, ഞങ്ങൾ ദുനിയാവിൽ നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് ഈ ഗതികേട് വന്നത്? അപ്പോഴതാ അള്ളാന്റെ മറുപടി, എന്റെ ആയത്ത് അവിടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ മറന്നു കളഞ്ഞു, നിങ്ങളത് അവഗണിച്ചു കളഞ്ഞതുകൊണ്ട് വകദാലിക യൗമ തുൻസ, ഞാനിതാ ഇന്ന് നിങ്ങളെയും അവഗണിക്കപ്പെട്ടിരിക്കുന്നു, മറന്നിരിക്കുന്നു പറയുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് നാം ഈ തുടക്കത്തിലെ വെള്ളിയാഴ്ച തന്നെ ഖുർആനുമായി കെട്ടിപ്പണഞ്ഞൊരു ബന്ധം നമ്മൾക്കുണ്ടാവണം. ഇഖ്ലാസോടുകൂടി ഈ ഖുർആൻ ഓതുവാനും ഖുർആന്റെ അർത്ഥം പഠിക്കാനും ഖുർആനുമായിട്ട് അങ്ങോട്ട് ലയിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരമാവധി സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്താൽ അതിനൊക്കെ സാധിക്കും. തുടക്കമാണ്, രണ്ടാമത്തെ നോമ്പിന്റെ ജുമയിലാണ് നമ്മൾ. അതുകൊണ്ട് ഇപ്പൊ പ്ലാൻ ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇന്നലത്തെ വെച്ചിട്ട്, അതായത് എന്തൊക്കെ പുണ്യമാണ് ഈ റമളാനിൽ പോലും ഒരു ഇഖ്ലാസ് ഇല്ലാത്ത, ഒരു ശ്രദ്ധയില്ലാത്തത് കൊണ്ട് നമുക്ക് നഷ്ടമായത്. എന്തൊക്കെ നന്മ. ഇന്നലെ രാത്രി തറാവീ കഴിഞ്ഞ് വീട്ടിലെത്തി, അവിടെയൊക്കെ ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ? നോക്കി നിങ്ങൾ, ആ വീട്ടിലെത്തിയിട്ട് നമ്മൾ പലരും ഇന്നലെയും ഉറങ്ങിയത് എങ്ങനെയായിരിക്കും? നമുക്കൊരു മാറ്റം വരരുത്. ഇന്നലെയും പലരും ഉറങ്ങിയത് എന്തായിരിക്കും? ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടി ഉറങ്ങിയായിരിക്കും. അതിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും കേട്ടത്, പക്ഷേ അങ്ങനെയല്ലല്ലോ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊരു മാർഗമുണ്ട് അല്ലേ. ഒരു സ്വയം നമ്മളൊന്ന് വിലയിരുത്തി നോക്കി. 60 വയസ്സ് വരെ നമുക്ക് ജീവിക്കാൻ ആയുസ് കിട്ടിയാൽ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 വസബീന, 60-70 അടക്കാണ്. ആ 60 വയസ്സ് വരെ ആയുസ് കിട്ടിയാൽ 8 മണിക്കൂർ ഒരാൾ ഉറങ്ങിയാൽ തന്നെ 20 കൊല്ലം ഉറങ്ങുമല്ലോ. അയാൾ ആയുസിൽ 20 കൊല്ലം ഉറങ്ങും. ചെറിയ കുട്ടിക്കാലം മുതലാണ് ഈ ആയുസ് ഉള്ളത്. 10-15 വയസ്സ് 8 പൊട്ടുതിരിയാത്ത കാലം, ഒരു 10 കൊല്ലം അങ്ങനെ കൂട്ടിയ 30ആയി. ബാക്കിങ്ങൾ നോക്കി എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ജോലിക്ക് പോണ്, സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കണ്, പിന്നെ നമ്മളത് കഴിക്കാൻ, ബാത്റൂമിൽ കുളിക്കാൻ, ഇങ്ങനെ കൂട്ടിയാൽ ഇവിടുന്ന് പോകാനുമായി. ഇനി ഇതിലേറെ നീണ്ടാലോ, ആയുസങ്ങട് നീണ്ടുപോയാലോ? ദീർഘായുസ് ഉണ്ടായാൽ ആദ്യാവസ്ഥയിലേക്ക് ഒരു ചെറിയ കുട്ടിയുടെ മാതിരി കിടന്നോടത്തുനിന്ന് കരഞ്ഞ് മലവും മൂത്രക്കായി
അവസാന ആദ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വായിൽ ആ കുട്ടിയുടെ ലേബർ റൂമിൽ നിന്ന് തന്നപ്പോൾ ആ ദ്രാവമൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ഒരവസ്ഥയ്ക്ക് അവസാനമാകുമ്പം ആ ഉമ്മ ലേബർ റൂമിൽ നിന്നും ആ കുട്ടി പുറത്ത് കരഞ്ഞപ്പോ ഒരു ചുണ്ടുമല്ലി കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്തതുപോലെ നമ്മളീം അവസാനം അത് ആയുസ് നീണ്ടാൽ ആദ്യാവസ്ഥയിലേക്ക് കഫ ഇങ്ങനെ തുടച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ചുണ്ടത്ത് നനച്ചു തരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കൊക്കെ വലുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ആയുസ്സിൽ നമുക്ക് കിട്ടിയ ഈ നിർണായകമായ ഈ സമയം, അവിടെ സഹോദരങ്ങളെ 20 കൊല്ലം 60 വയസ്സ് വരെ ജീവിക്കാൻ കിട്ടുന്ന നമ്മൾ ആ ഉറക്ക്, അത് പുണ്യമായോ? ഇന്നൽ തുറക്ക് പോലും ഈ റമദാനിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാലോ, ഉറങ്ങാൻ കിടക്കുമ്പം ബ്രഷ് ചെയ്ത് നിസ്കരിക്കാൻ ഒതുവെടുക്കുമ്പോലെ ഒതുവെടുത്ത് നമ്മളെ വീര്യക്കൊന്ന് തട്ടി അതിലിരുന്ന് ആയത്തുൽ കുർസിയും ആമൻ റസൂലും കുല്ലു അല്ലാഹുദും ഫലക്കും നാസും ഇതെല്ലാം ഓതി കയ്യിലൂതി ഒരുപോലെ ശരീരം കയ്യത്തിനോടത്തൊക്കെ തടവി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഒട്ടേറെ ദുആണ്ട്. ഏറ്റവും ചെറിയ ദുആ ബിസ്മിക്കല്ലാഹു മഹ്യാ വമൂതു എന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണോ നമ്മൾ ഇന്നലെ കിടന്നത്? അല്ല, ഈ മൊബൈലിൽ തോണ്ടി ഇങ്ങോട്ട് ഉറങ്ങിപ്പോയതാണ്. ശ്രദ്ധയുണ്ടോ സ്നേഹിതന്മാരെ, നമുക്ക് സഹോദരിമാരെ, നമുക്ക് നമ്മളെ വീട്ടിലെല്ലാവർക്കും അങ്ങനത്തെ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നുണ്ടോ ഈ റമദാനിൽ പോലും എന്ന്? ഇന്നലെ ഈ റമദാനിൽ ഞാൻ അങ്ങനെ ഉറങ്ങിയോ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവണ്ടേ? അങ്ങനെ ഇനി അങ്ങോട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഉറക്കം ഉണർന്നതെങ്ങനെ? നമ്മൾ ഉണരുമ്പോൾ ആ ഉണരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചോ? നേരം കെട്ട് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞിട്ടാണോ രാവിലെ നമ്മൾ അത്തായത്തിന് എഴുന്നേറ്റത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതായത് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സശ്രദ്ധം നിരീക്ഷിക്കുന്നവർ രേഖപ്പെടുത്താതെ ഒരു വാക്ക് നമ്മളാരും ഉരുവിടില്ല. അതെ, റമദാനുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കുന്നത് വയറിന് മാത്രമല്ല നോമ്പ്, എല്ലാ അവയവത്തിനും നോമ്പാണ്. അല്ലേ? നമ്മുടെ നാവിന് നോമ്പാണ്. ആ നാവ് കൊണ്ട് നല്ലതുരുവിട്ട് രാവിലെ ആ ഒരു പ്രാർത്ഥന ചൊല്ലി ശ്രദ്ധയോടുകൂടി ഉണരാൻ ഇന്ന് ഈ വെള്ളിയാഴ്ച, റമദാന്റെ വെള്ളിയാഴ്ചയിൽ നമുക്ക് സാധിച്ചോ? ഇന്ന് രാവിലെ എടുത്തു ഒരു ആത്മപരിശോധന, ഒരു സ്വയം വിചാരണ തുടക്കത്തിൽ നമുക്കുണ്ടായി നോക്കി. എത്ര പുണ്യം നമുക്ക് നഷ്ടമാണിത്. അങ്ങനെ നമ്മൾ ഉണർന്നു, ആ പ്രാർത്ഥന ചൊല്ലി ഉണർന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ എഴുന്നേറ്റ് ഒരുപാട് സുന്നത്തുകൾ, ആ സുന്നത്തുകൾ പാലിച്ചോ? മുഖം ഒന്ന് തടവാന്നുള്ള സുന്നത്ത്, കൈ കഴുകാന്നുള്ള സുന്നത്ത്. അതെ, അവിടുന്ന് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ ഏത് കാല വെച്ചെന്ന്? ഒരു യാന്ത്രികതയിൽ പോരല്ലോ. എത്ര സുന്നത്താണ്, എത്ര പുണ്യമാണ്. ഒരു ടോയ്ലറ്റിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്ക് പ്രഭാതം മുതൽ നമുക്ക് ലഭിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ നമ്മുടെ കണക്ക് കൂട്ടിയാൽ ഇങ്ങനത്തതെല്ലാം കൂട്ടുമ്പോഴല്ലേ ഇത്ര ആയുസ്സല്ലേ ഉള്ളൂ. ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴല്ലേ ഫമ്മാമൻ സഖുലത്ത് മവാസീനു, നന്മന്റെ തുലാസ് കനം തൂങ്ങണ്ടേ? ആ തൂങ്ങിയാലല്ലേ തൃപ്തികരമായ ജീവിതത്തിലാവുള്ളൂ. അപ്പൊ നോക്കിങ്ങള്, ആ ടോയ്ലറ്റിലേക്ക് വരുമ്പോഴത്തേന് 5-8 പ്രതിഫലം നമുക്ക് കിട്ടൂലേ? നേരെ ശ്രദ്ധിച്ചാൽ അതെ, ഇടത്തെ കാല് വെച്ചേ കയറാവൂ എന്നുള്ളത് ശ്രദ്ധിച്ച് ഇടത്തെ കാല് വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു ഹാലിൽ ഇങ്ങനെ പോയി പ്രാർത്ഥന ചൊല്ലിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അറിയാത്ത ഒരാളും ഒരു പക്ഷേ ഈ ജുമായ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ പ്രാർത്ഥന ആ സമയത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. 2 കൂലി അപ്പം തന്നെ കിട്ടി. ചെരുപ്പിട്ടാൽ 3ാമത്തെ കൂലി. നോക്കൂ നിങ്ങൾ, ഇടത് ഭാഗത്തേക്ക് ഒന്ന് ഊന്നിയിരുന്നാൽ 4ാമത്തെ കൂലി. ഇടത്തെ കൈകൊണ്ട് ശൗചം ചെയ്യുമ്പം 5ാമത്തെ പ്രതിഫലം. കഴിഞ്ഞ് ഉഫ്രാനക്കൽ ഹംദ് പറഞ്ഞാൽ 6ാമത്തെ പ്രതിഫലം. ഇങ്ങോട്ട് കയറുമ്പോൾ വലത്തെ കാല് വെച്ച് ടോയ്ലറ്റ് ഇങ്ങോട്ട് പോരുമ്പം 7ാമത്തെ പ്രതിഫലം. എത്ര പുണ്യം! ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് നമുക്ക് കിട്ടണം. ഇതൊന്നുമില്ലാതെ ഇതൊക്കെ ഒരു യാന്ത്രികമായിട്ട് ചെയ്യുക. ടോയ്ലറ്റ് പോണതും നമ്മളെ നോൽപ്പും എന്ത് കർമ്മെടുത്താലും
ഒരു ഹാലിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ നോമ്പും നമ്മുടെ ഈ ഒരു ജീവിതവും പരലോകത്തെത്തുമ്പോണ്ടാണ് അവസ്ഥ? എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? റസൂലുള്ള നമ്മോട് പറഞ്ഞില്ലേ, നോമ്പ് കിട്ടിയിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ആ നോമ്പിന് ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങാഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നമുക്കെല്ലാവർക്കും അറിയാലോ, നരക കവാടം കൊട്ടിയടച്ച് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലക്കെ തുറന്നിട്ട് പിശാചിനെ, വലിയ മല്ലന്മാരായ പിശാചുകളെ ചെങ്ങല കിട്ട ആ ഒരു റമദാൻ, അവിടെ ഇങ്ങനെ ഒന്ന് ആവാൻ നമ്മക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു മല മറിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്, ചെറിയ കാര്യം, നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന വളരെ ചെറുതായ കാര്യം. എത്രത്തോളം? കടുകുമണിയൊക്കെ എത്ര ചെറുതാ, അത് ഗോഡൌണില് കിൻഡൽ ചാക്കായി വന്ന് പിന്നെ അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴേക്കും ഒരു ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ തരുന്ന ഒരു ചെറിയ കടുകുമണി എത്രയാണ്? അത് ഓരോന്നോരോന്ന് കൂടുമ്പം കിൻഡൽ ചാക്കാണത്. നമ്മൾ ഈ പറഞ്ഞ ഒരു ദിവസത്തെ ജീവിതം, അതിൽ ഓരോന്നും ശ്രദ്ധിച്ചാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുക. ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ, അങ്ങനെ നമ്മൾ ആ ടോയ്ലറ്റ് ഇങ്ങോട്ട് പോന്നിട്ട് നമ്മളെ മക്കളൊക്കെ വിളിച്ചുണർത്തുമ്പോൾ എന്തൊക്കെ ഒച്ചയും പടിയും ശബ്ദമൊക്കെ ഇട്ടാ ചിലർ വിളിക്കണത്. എന്നാലോ ഒരു സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും, നീറ്റാള സമയായി എന്നുള്ള സ്നേഹത്തോടുകൂടി, അതെ, ആ റമളാനിലെ നോമ്പോടുകൂടി നമ്മളെ സ്വഭാവമൊക്കെ എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി മോനെ മോളെ നീക്ക് എന്ന് പറയുന്ന അവരോടൊന്ന് സലാം പറഞ്ഞ് അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി വിളിക്കുന്ന അവസ്ഥ. അതെ, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാണെങ്കിൽ ഉപ്പാനെ വിളിക്കും, ഉമ്മാനെ വിളിക്കുമ്പം ഒക്കെ ഇങ്ങനത്തെ ഒരു നല്ല ഒരു, അതൊക്കെ ഒരു പുഞ്ചിരി പോലും സദക്കയാണെന്ന് പഠിപ്പിച്ച ആ പുണ്യം എത്രയാണ് നമ്മളൊക്കെ നഷ്ടപ്പെടുന്നത്. റമളാനിൽ പോലും ഒരു മോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത അവസ്ഥ പലർക്കും. നോക്കിയാൽ അവിടെയൊക്കെ ഒന്ന് ചിരിക്കാൻ, ഒന്ന് ആ ഒരു സദക്ക, ആ ഒരു പുണ്യം നേടാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? എത്ര നന്മ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭ്യമാകും. ഓർത്തു നോക്കൂ സ്നേഹിതന്മാരെ, അങ്ങനെ ഓരോന്നും. ഇപ്പോ നമ്മളിങ്ങനെ ഒരു ജുമാക്ക് വന്നു, ആ വരുന്ന സമയത്തൊക്കെ പള്ളിക്കട് കയറിയപ്പോ നമ്മൾ ശ്രദ്ധിച്ചോ? നമ്മളിങ്ങനെ പോന്നു, അതെ, അവിടെ ആ വലത്തെ കാലെന്നെ വെച്ചിട്ടാണോ നമ്മളിവിടെ കയറിയത്? അള്ളാഹു മഫ്താലി അബുവാബ് റഹ്മത്തിക്കാന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലിയോ? ഇന്ന് ചൊല്ലിയ ഒരുപാട് ആളുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി അങ്ങോട്ട് അപ്പൊ അവിടെ ആ ഒരു നിലക്ക് ശ്രദ്ധിച്ച് കയറിയോ നമ്മൾ? ഇനി ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് കാല വെക്കേണ്ടത്? നമുക്കെല്ലാവർക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ആ കാല് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇടത്തെ കാലാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ആദ്യം വെക്കേണ്ടത്. ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളിങ്ങനെ നടന്നു പോകും, അപ്പൊ ആ പുണ്യം പോയി, ആ നിയ്യത്തില്ല, പ്രാർത്ഥനയില്ല, ശ്രദ്ധയില്ല, എത്ര നഷ്ടം നമുക്ക് വരുന്നു നോക്കിയാൽ. അപ്പൊ ആ ഇടത്തെ കാലെന്നെ വെച്ചിട്ട് അങ്ങനെ അത്ര നേരം വലത്തെ കാല് പള്ളിയിലുണ്ടാകുന്നതിന് കൂലി നോക്കിയാൽ, ഒരു ലേശം നേരം പള്ളിയിൽ വലത്തെ കാല് ഏറെ ഉണ്ടാകുന്നതിന് വരെ കൂലി തരുന്ന സിട്ടാവായ പടച്ചതമ്പുരാൻ, അത് നമ്മളെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നമുക്കൊന്ന് പ്രാവർത്തികമാക്കിക്കൂടെ സഹോദരങ്ങളെ? സദാ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുമ്പോൾ അവിടെ ഇതെല്ലാം നമുക്ക് റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട പ്രവർത്തനത്തിൽ നമുക്ക് ഏറെ ചെയ്യാനില്ലേ? ഇങ്ങനത്തെ ഒട്ടനവധി കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിപ്പിക്കണം, അവരോടൊക്കെ പറയണം, ചെയ്യിപ്പിക്കണം. ഇതിനൊക്കെ നമുക്ക് സാധിക്കണം. അതെ, ശരിക്കുള്ള ഷഹാദത്താണല്ലോ, ഫൗണ്ടേഷൻ ആണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്, ആ അടിത്തറ. അതെ, ഈ ബിൽഡിംഗ്, ഈ പള്ളി താങ്ങി നിൽക്കുന്നത് ആ കരിങ്കല്ല്, അത് നമ്മളാരും കാണുന്നില്ല. ആ നിലക്കുള്ള ദൃഢമായ ഈമാൻ, ആ ഷഹാദത്ത്, അത് നമ്മളുടെ ഉള്ളിലേക്ക് വരണ്ടേ. ആ ഷഹാദത്ത് നിന്ന് വരണ്ടേ നമുക്കിതൊക്കെ. ആ ഷഹാദത്തിനെന്താ? സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ, ശരിക്ക് സാക്ഷികളാവുകയാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കും, ജനങ്ങൾക്ക് സാക്ഷിയാകണം. നമ്മുടെ ജീവിതം
ഇവിടത്തെ ജനങ്ങൾക്ക് മൊത്തം ജനങ്ങൾക്ക് സാക്ഷിയാകണം. അതെ, മറ്റുള്ളവരൊക്കെ നമ്മളെ മാതൃകയാക്കണം, മുസ്ലിങ്ങളായ നമ്മളെ മാതൃകയാക്കണം. എന്നോ ഇന്നിപ്പോ ഇപ്പതാ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതിയ മോഡലൊക്കെ വരുന്ന പാന്റിന്റെ ഒക്കെ കോലം ഞാൻ പറയണ്ടല്ലോ. എന്തൊക്കെ രീതിയിലാണ് ഇതിനിപ്പം സീസണായിട്ട് വരാൻ പോവാണ്. അത് വന്നു കഴിഞ്ഞു. ഇത് ലൂസുള്ള താഴത്തേക്കാട്ട് ഇറങ്ങിയൊരു ഒരു സ്ത്രീകളൊക്കെ ലൂസായ പാന്റൊക്കെ ഇനി വരും. ഇതൊക്കെ ഇനിയിപ്പോ നമ്മളെ കുട്ടികൾക്ക് അത് നമ്മൾ ശരിക്കും ഇതല്ലല്ലോ. നമ്മൾ മാതൃക ആകേണ്ടത് ആരെയാണ്? നമ്മൾ ജനങ്ങൾക്ക്, മുസ്ലിങ്ങളായ നമ്മൾ മാതൃകയാകണം. നമ്മളെ മറ്റുള്ളവരെ കണ്ടല്ലേ നമ്മൾ മാതൃക. മറ്റുള്ള ഓരോ താരങ്ങളും മറ്റുള്ളൊന്നും ചെയ്യുന്നല്ലോ. നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാ? വയഖൂന റസൂലു അലൈക്കും ഷഹീദാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ റസൂലുള്ളാഹിന്റെ മാതൃക കണ്ട് ബാക്കിയുള്ളവർക്ക്, ജനങ്ങൾക്ക് മൊത്തം മാതൃകയാകലാണല്ലോ ഷഹാദത്ത് ഫൗണ്ടേഷൻ. അതീമെന്ന് വരണം നമ്മൾ. ആ ഫൗണ്ടേഷൻ ശരിയായിട്ടാണ് അതിന്റെ ഒന്നാമത്തെ വരിയായ ആ നമസ്കാരത്തിലേക്ക് വരേണ്ടത്. രണ്ടാമത്തെ വരിയായ ആ നമസ്കാരം ക്ലിയറാക്കിക്കൊണ്ടാണ് സക്കാത്തിന്റെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തിലെ ശുദ്ധതയാണ് പിന്നെ നമ്മളെയൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. അതെ, സാമ്പത്തിക രംഗം കണിശമാകണം. കഴിഞ്ഞൊരു കുത്തുബയിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. കണിശമാകണം. എത്രത്തോളം അറിയോ? അതിലൊരു കണിശത പറയുമ്പോഴേ, മരിച്ച മയ്യത്ത് എന്ത് ചെയ്യും? ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇന്ന മൂത്ത മകൻ ഏറ്റവും ഇന്നാളേറ്റു എന്നൊക്കെ പറയും. പക്ഷേ സക്കാത്ത് കൊടുക്കാണ്ടോ എന്നുള്ളത് ആരും ചോദിക്കൂല. അത് ഇന്നാളേറ്റു എന്ന് പറയില്ല. അത് നമ്മൾ ഓരോ സമയത്തും കൃത്യമായി കണക്കൂട്ടി കൊടുക്കേണ്ടതാണ്. അതെ, അതില്ലാത്ത നമ്മൾ അടുത്ത വരിക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല. നോമ്പ് ശരിയാകണമെങ്കിൽ ആദ്യം സക്കാത്ത് ശരിയാണ്. അത് കൃത്യമായിരിക്കണം. സ്വർണത്തിലൊക്കെ വിലയും കാര്യങ്ങളൊക്കെ അറിയാലോ. ഓരോന്നും കൃത്യമായി കണക്ക് കൂട്ടി 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ നമ്മുടേതല്ല. 50 പവനുണ്ടെങ്കിൽ 1.25 പവൻ നമ്മുടേതല്ല. അത് പാവപ്പെട്ടവന്റെ ഹക്കാണ്. ഒരാൾക്ക് 100 രൂപ കൊടുക്കാൻ, ഈ ഒരു ജുമായ്ക്ക് വന്ന ഒരാൾക്ക് 100 രൂപ കൊടുക്കാൻ, 500 രൂപ ഒരാൾക്ക് കൊടുക്കാണ്ടെങ്കിൽ, 1000 രൂപ കൊടുക്കാണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞും കാണാത്ത രീതിയിലൊക്കെ ഇരിക്കാൻ നോക്കും. എന്നാലോ സക്കാത്തിന്റെ പൈസ, പാവങ്ങളെ ഹക്ക്, 8 വിഭാഗങ്ങൾ പറഞ്ഞ ഹക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളാരും തിരിയണില്ല. കാരണം നമ്മൾക്ക് ആൾക്ക് ഹക്ക് കൊടുക്കാണ്ട് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മളത് മറഞ്ഞ രീതിയിൽ നിൽക്കുകയാണ്. ശരിക്കെന്താണ്? നമ്മൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ വരെ മറഞ്ഞു നിൽക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ സക്കാത്തിന്റെ കാര്യത്തിൽ കണിശത കാണിക്കുന്നില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, കണിശമാകണം സക്കാത്തിന്റെ വിഷയം. അങ്ങനെ ആ വരി പൂർത്തിയായിട്ട് വേണം 4ാമത്തെ വരിയായ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. അതെ, ആ നോമ്പ് സ്വീകരിക്കാൻ ഇതിന്റെ ഒക്കെ കണിശത വേണം, കൃത്യത വേണം. അങ്ങനെ ഷാത്മ തുടങ്ങി നമസ്കാരത്തിന്റെ സ്റ്റെപ്പ് ശരിയായി, അങ്ങനെ സക്കാത്തിന്റെ സ്റ്റെപ്പ് ശരിയായിട്ടാണ് നമ്മൾ നോമ്പിലേക്ക്, ആ നോമ്പിന്റെ കണിശതയിലേക്ക് നമ്മളെല്ലാം ക്ലിയറായിട്ട് പ്രവേശിക്കണം. അപ്പോഴേ നമ്മുടെ നോമ്പ് കബൂൽ ചെയ്യുള്ളൂ. അതോടൊപ്പം ഈ പറഞ്ഞ ജാഗ്രതയും ശ്രദ്ധയും നീയത്തും കൃത്യമായിട്ട് വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെങ്ങനെ ലക്ഷ്യം വെച്ചിട്ടായിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത്. പരലോകം മുമ്പിൽ ഇങ്ങനെ കാണണം, പരലോകം മുമ്പിൽ ഇങ്ങനെ കാണണം. അതെ, എന്ത് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥ റസൂലുള്ള സഹാബത്തിന് ഉണ്ടാക്കി കൊടുത്തു. അതാണല്ലോ ആ കാരക്ക ഇത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഈ യുദ്ധത്തിൽ ചെയ്താൽ എന്ത് കിട്ടും? സ്വർഗം കിട്ടുമെന്ന് അറിയുമ്പോൾ അതായിട്ട് ഒഴിവാക്കിയിട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് എത്തിയത് മുന്നിലടി കാണുകയാണ്. സ്വർഗവും നരകവും പരലോകവും എല്ലാം അങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ജുമായ്ക്ക് തന്നെ അങ്ങനത്തെ ഒരു ശ്രദ്ധയോടുകൂടി നമുക്ക് പോകണം. ഹൈവേയിലൂടെ വാഹനം ഇങ്ങനെ കുതിച്ച് പായുമ്പോൾ, ഒന്നിനെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരൊറ്റ ഡ്രൈവർ ഒരു ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് കണ്ണുകെട്ട് മാളിയാൽ ഒന്നുകെട്ട്, അപ്പൊ എന്തായി 5-8 വാഹനം കൂട്ടിമുട്ടി വലിയ അപകടം ഉണ്ടാവും. ആംബുലൻസ് വരലും ബ്ലോക്കാലും മൊത്തം പ്രശ്നം. എന്നാൽ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അള്ളാനെ മറക്കുന്ന ഒരവസ്ഥ ഞമ്മക്കുണ്ടാകും. അള്ളാനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. എല്ലാ സമയത്തും ശ്രദ്ധയും ആ ഒരു ഇഖ്ലാസും ആ ഒരു ഇത്തിബാവും
നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാണ്. അള്ളാനെ മറന്നവരെ പോലെ നമ്മളാവരുത്. ഇത് പറയുമ്പം എനിക്കും പേടിയുണ്ട്. ഇങ്ങനെ എപ്പോഴും അള്ളാനെ ഓർക്കുന്നൊരവസ്ഥ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാറില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മളെല്ലാവരെയും. അള്ളാനെ സദാ ഓർക്കുന്ന അവസ്ഥ, അതെ, അള്ളാനെ മറന്നവരാൾക്കാരെ പോലെ, മറന്നവനെ പോലെ വലാത്തക്കൂനും നിങ്ങളായിത്തീരരുത് കല്ലിനസുള്ള അള്ളാനെ മറന്നവരെ പോലെ. മറന്നാൽ അൻഫുസഹും നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും. അതെ, നമ്മളെ മറക്കുമ്പോഴാണ്, നമ്മള് അള്ളാനെ മറക്കുമ്പോഴാണ് നമ്മളെ മറക്കുക. ഫൻസാവും ഉലായിക്കുമൽ ഫാസിഖുൻ, തോന്നിവാസിയാവും ചെയ്യും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു സദാ ഓർക്കുക സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എല്ലാവരും ഇതാ സദാ ഈ ഒന്നാമത്തെ ജുമയിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള റമദാന്റെ ഓരോ ദിനരാത്രങ്ങളും ധന്യമാക്കി പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നിയ്യത്തിലും ഇഖ്ലാസിലും ഈമാനിലും അങ്ങനെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക രംഗം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ രംഗത്തേക്കും നമ്മൾ ഈമാന്റെ ഒരു വെളിച്ചം വീശി നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി കർമ്മനിരതമാകാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് നൽകി നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മളെ ഓരോരുത്തരെയും സകലമാന കർമ്മങ്ങളെയും ഹാജരാക്കി ചോദ്യം ചെയ്യുന്ന ദിനത്തെ ഭയന്ന് ഇഖ്ലാസോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനിയായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് എത്ര ആളുകൾ ഒരു ട്രെയിനൊക്കെ 1.5 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞാൽ കാത്തുന്നാലൊരു പ്രശ്നമില്ല. ഫ്ലൈറ്റിന് കാത്തിക്കുന്നൊരു പ്രശ്നമില്ല. എന്നാലോ ഈ പറഞ്ഞ ഇങ്ങനൊക്കെ ലൈറ്റ് ആയാലും എത്ര 3 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ എത്തണം. 3 മണിക്കൂർ 2.5 മണിക്കൂർ മുമ്പ് നമ്മളൊക്കെ എത്തി റെഡിയാകാണ്. എന്നാൽ നമ്മൾ ഈ നോമ്പ് തുറയും മറ്റു കാര്യങ്ങളുമൊക്കെ ശരിക്കും നോമ്പ് തുറക്കേണ്ടത് നമുക്കറിയാലോ. നോമ്പ് തുറക്കേണ്ടത് മഗ്‌രിബിന് നമ്മൾ വേഗം നോമ്പ് തുറന്ന് ജമായത്ത് നഷ്ടപ്പെടാത്തില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ വേഗം ഓടി ജമായത്തിലെത്തണം. അല്ലെങ്കിൽ പള്ളിയിൽ നിന്നാണെങ്കിൽ നമ്മളെല്ലാവരും പള്ളിയിൽ നിന്ന് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത്. പലപ്പോഴും ഇപ്പോൾ തലോൽമ്പ് അത് തറവാട്ടിൽ നിന്ന് പറക്കണം. ഇത് എന്നെ നോൽമ്പ് അത് മറ്റേ 3ാമത്തെ 2ാം ആ സൽക്കരിക്കണ ആ വീട്ടിൽ നിന്നാണോ, 1ാം സൽക്കാരം 2ാം സൽക്കാരം ഇതൊക്കെ ഓരോ സ്ഥലത്ത്. എന്നിട്ട് ആ വീട്ടിൽ നിന്നാകുകയാണ് പലരും അവിടെ നിന്ന് നിസ്കാരമൊക്കെ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പലരും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണ. ഇത് എല്ലാ നോമ്പറന്ന് പിന്നെ പള്ളിയിൽ നിന്ന് പുറന്ന് വീട്ടിലേക്ക് പോകുമ്പം കുറേ ആൾക്കാർ കാണാം പള്ളിക്ക് ഇങ്ങനെ വരുന്നു വീട്ടിൽ നിന്ന് തുറന്നിട്ട്. അതിൽ മഗ്‌രിബിന്റെ ആ ജമാഅത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഈ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമുക്ക് വരികയാണ്. അതുകൊണ്ട് അതും നമ്മൾ ഒരു തീരുമാനമാകണം. കൃത്യമായിട്ട് പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്ന് ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് പോകണം. അതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ആളുകൾ ഇശാക്ക് ഇപ്പോൾ 2-3 ദിവസം ഒന്നും കുഴപ്പമുണ്ടാവില്ല, പിന്നെ തുടങ്ങും ഇങ്ങനെ ബേക്കോട്ട് വരല്. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇശാ ജമാഅത്തിനാണ് നമ്മൾ എത്തേണ്ടത്. ജമാഅത്തിന് മുമ്പ് പള്ളിയിലെത്തി 2 റക്അത്ത് സുന്നത്ത് തഹീയ്യത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കണം. അതെ, അങ്ങനെ ശ്രദ്ധിക്കണം നമ്മൾ. എങ്ങനെ
ഇശാന്റെ ജമാഅത്തല്ല, തറാവി ജമാഅത്തിനല്ല നമ്മൾ വരേണ്ടത്. പലരും ഇപ്പോഴും ഭക്ഷണം കഴിച്ച് പിന്നെ ഒന്ന് കടന്ന് റിലാക്സ് ആയി പിന്നെ അങ്ങനെ കയറി വരുന്ന ഒരു അവസ്ഥയാണ്. കുറച്ചേരം കഴിഞ്ഞാൽ 1-2 സഫിൽ ആളുകൾ ഇങ്ങനെ വരും. തറാവി ആകുമ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ എത്തും. എന്നിട്ട് ആ ഇശാന്റെ ജമാഅത്തിന്റെ തറാവിന്റെ ജമാഅത്തിന്റെ ഇവിടെ തറാവിന്റെ ജമാഅത്ത് ഇറക്കുമ്പോൾ അതിൽ കൂടിയിട്ട് എന്ത് ചെയ്യും? ഇശാസ്കരിച്ച് പിന്നെ ഇങ്ങനൊന്നും ആവരുത്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനൊക്കെ ഒരുപാട് ലൈറ്റാണിന് വരെ കാത്തുന്ന ഒരു പ്രശ്നമില്ല. എന്നാലോ കുറച്ചൊന്നും എന്തെങ്കിലും ഓത്തുകൂടെ ക്ലാസ് ഒരു 5 മിനിറ്റ് എടുക്കുക, അപ്പോഴൊക്കെ എന്താണ് അതൊന്ന് അപ്പോഴേക്ക് ആകെ പ്രശ്നം. ഇവിടൊക്കെ നമ്മളൊരു അസ്വസ്ഥാകുക. എന്തുകൊണ്ട്? ഈ ദീൻ ഉള്ളിക്ക് ശരിക്കങ്ങട്ട് ഉള്ളിക്ക് ആഴ്ന്നിറങ്ങാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് ശരിക്ക് നെയ്യത്തും ഇഖ്ലാസും ഉള്ളിലേക്കിട്ട് ആഴ്ന്നിറങ്ങി ഇങ്ങനെ ശരിക്കട് ചെയ്താൽ അതാണ് നമ്മുടെ നന്മയുടെ ആ ഒരു വശം ക്ലിയർ ആവുക. ഇതോടൊപ്പം ആളുകൾ ഈ നോമ്പൊക്കെ തുറക്കുമ്പോൾ ചില ആൾക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? അപ്പൊ തലോൽമ്പിന് വരെ പള്ളിയിൽ നിന്ന് തുറന്ന ആൾക്കാരിൽ പെട്ട ചിലർ വരെ വീട്ടിൽ നിന്ന് തുറങ്ങുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് ഈത്തപ്പഴത്തെക്കാൾ വേഗം വേണ്ടത് സിഗരറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ ഈ നോമ്പിനോട് നിർത്താതെ എന്ത് ചെയ്യും? എന്നിട്ട് നോമ്പ് തുറക്കുമ്പം ഇവർക്ക് ഭക്ഷണത്തെക്കാൾ വലിയ വിശപ്പാകും. എന്തിന്? ഇത് കിട്ടാൻ. എന്നിട്ട് നേരെ പള്ളിന്റെ ബാക്കോ അല്ലെങ്കിൽ പിന്നെ വീടിന്റെ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യുക? 2 എണ്ണമൊക്കെ ഒപ്പാട് വലിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അത്തായ സമയത്തും എന്ത് ചെയ്യും? ഇത് സാധാരണ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഊതല്ലോ എന്ന് പറഞ്ഞ് ഉള്ളിക്കാ വലിക്കുന്നത്. അപ്പോഴതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഒറ്റൊന്നും വലിച്ചിട്ടില്ല, പക്ഷേ വലിച്ച ആൾക്കാരെ അമ്പാട് ചികിത്സിച്ച ഒരാളെന്നൊക്കെ പറയണം, അവർ കൗൺസിൽ ചെയ്ത ആളുകൾക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് നിർത്താൻ പറ്റിയൊരു സമയം. അതുകൊണ്ട് നമ്മളടുത്ത് തീരുമാനിക്കുക. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ പലരും പറയുന്നത് അത് ഉസ്താദിനൊന്നും അറിയാഞ്ഞിട്ടാണ്, ഇത് എന്തൊരു ബുദ്ധിമുട്ടാണ്, ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങളെ വായിലേക്ക് ടോർച്ചടിച്ചൊരു ഡോക്ടർ പറയാണ് ക്യാൻസറിന്റെ ഒരു ശാഖ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയോ ഞാൻ 5 പേക്ക് വലിക്കുന്ന ആളാണ്, പെട്ടെന്ന് നിർത്താൻ കഴിയില്ല, ഘട്ടം ഘട്ടമായി. അല്ല അപ്പം നിർത്തുക, അപ്പം നിർത്തേണ്ടി വരും. കാരണം ടോർച്ചടിച്ച് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ പറ്റിയൊരു സമയം. ദുശ്ശീലങ്ങളെല്ലാം ചില ആൾക്കാർ ഈ സിഗരറ്റിന് പകരം സിഗരറ്റ് ഒറ്റൊന്നും വേണ്ട, ആൾക്ക് എന്ത് ചെയ്താൽ ഇങ്ങനെ വെച്ചിട്ട് ആൻസർ വെച്ചാൽ റെഡി. അപ്പൊ അതൊക്കെ നിർത്തണം. അങ്ങനത്തെ ഒരു പാക്ക് അതുണ്ടാവരുത്. പലരും DH സെന്ററിലൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികളെ പറ്റി പറഞ്ഞത്, വാപ്പ സിഗരറ്റ് വലിക്കാനായിട്ടാണ് ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് മറ്റേമൊക്കെ പോയത്. അതുകൊണ്ട് നമ്മളെ വീട് അതിനൊക്കെ മോചിതമാക്കണം. റംസാൻ അതൊക്കെ ശരിക്കൊരു മാറാൻ പറ്റിയ സമയമാണ്. അപ്പൊ ഈ 1-ാമത്തെ ഈ ജുമ, 2-ാമത്തെ നോമ്പ്, ഇത് നമ്മുടെ മാറ്റത്തിന്റെ നോമ്പാണ്. എന്നിട്ട് വിശുദ്ധിയോടുകൂടി, അതെ നമ്മൾ കാരണം ഇങ്ങനൊക്കെ വലിച്ചിട്ട് ക്യാൻസർ ആയിട്ട് നമുക്കറിയാം 100% ക്യാൻസറാണ് വലിക്കൾക്കൊക്കെ ഉണ്ടാവുന്ന. തിരുവനന്തപുരം RCC ഭർത്താവ് പിന്നെന്ത് ചെയ്തു? സിഗരറ്റ് വലിച്ചു, ഭാര്യയ്ക്ക് ക്യാൻസർ. ഇത് ശ്വസിച്ചതിന്. അതുകൊണ്ട് ഒരു ഉള്ളി നിന്നൂടി വരരുതണ്ട്, വെറുതെ അല്ലല്ലോ. എങ്ങനെ ഈ സിഗരറ്റും മാൻസും മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ഒരാള് നമ്മളെ ആ കുട്ടിയെ ഒരാൾ കുട്ടിനെ നമ്മൾ മടിയിൽ വെച്ചൊരു ഉമ്മ കൊടുക്കുക, വേറൊരു ഇങ്ങനെ വലിക്കുന്ന ഒരാൾ ഉമ്മ കൊടുത്താൽ നമ്മളിങ്ങനെ ഞെരുങ്ങൂലേ? അതുകൊണ്ട് തീർത്ത് നിർത്തി ഒരു വിശുദ്ധമായ അവസ്ഥയ്ക്ക് വരാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു ആ നിലക്ക് ഒരു മാറ്റം, എന്നിട്ട് ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന പരലോകം കൺമുമ്പിൽ കണ്ട് റബ്ബ് സദാ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിയിരുന്ന് പടച്ചോൻ നിരീക്ഷിക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സശ്രദ്ധ നിരീക്ഷിക്കുന്നവർ രേഖപ്പെടുത്താതെ ഒരു വാക്കുരുവിടില്ല. യഅലമു ഖായിനത്തുൽ അഗ്യുനി വമാ തുഫ്സു. കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ മറച്ചതും റബ്ബറിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ജുമ നമുക്കൊരു മാറ്റവും ഇഖ്ലാസുള്ള കർമ്മം ചെയ്യാനുള്ള ഒരു ശ്രദ്ധയോടുകൂടി നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കപ്പെടണം. അതിനുവേണ്ടി നല്ലൊരു ശ്രദ്ധയോടുകൂടി